Hi everyone, welcome to my channel. Dot painting equipments ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് ഡോട്ട് പെയിൻറ്റിങ് എങ്ങനെയാണ് ഒരു ബോട്ടിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ബോട്ടിൽ ഒന്ന് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പ്രേ പെയിൻ്റ് ആണ്. ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റ് ആണ് ഇതിന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്നൊന്ന് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ പെയിൻ്റ് എല്ലാം നമ്മളുടെ ബോട്ടിലിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നത്, അതും ഡോട്ട് പെയിൻറ്റിങ് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ എങ്ങനെയാണ് അടിപൊളിയായിട്ടൊരു ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു പേന എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ പെൻസിലിൻ്റെ 2 വശവും ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ റേസർ വരുന്ന ഭാഗം വെച്ചും ഡോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിബിൻ്റെ വശം വെച്ചിട്ടും ഡോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഡോട്ടിങ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പെൻസിലിൻ്റെ ഈ ഒരു വശമാണ്. ഈ ഒരു വശം വെച്ചിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സുകൾ ഈ ഒരു വലിയ ഡോട്ട്സിന് ചുറ്റും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മേളിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ താഴെയും ചെയ്യാൻ പോകുന്നത്. സെയിം സ്റ്റെപ്പ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പെൻസിലിൻ്റെ ബാക്ക് വശമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബാക്ക് വശം വെച്ചിട്ട് നമുക്കിതുപോലെ ഇതിനകത്ത് ഡോട്ട് ചെയ്ത് കൊടുക്കാം. സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് താഴെയും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പെൻസിലിൻ്റെ ബാക്ക് വശമാണ് എടുത്തിട്ടുള്ളത്. വേറൊരു കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡോട്ടിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ പെൻസിലിൻ്റെ നിബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പേനയുടെ നിബ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ട്യൂത്ത് പിക്ക് വെച്ചും നമുക്കിത് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മേൽവശവും അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ടും സെയിം എക്യുപ്മെൻറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ബാക്ക് ഭാഗം നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഇതിനകത്ത് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.